Good morning. All right. Thank you so much for joining today's session. എല്ലാ ദിവസവും പറയുന്നത് പോലെ ഇന്നത്തെ ഈ ഒരു മോർണിംഗ് സെഷനിൽ വന്നിരിക്കുന്ന എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. സോ ഫൈനലി വൺസ് അഗെയിൻ വി ഡിഡ് ഇറ്റ് അഗെയിൻ. നമ്മൾ എങ്ങനെയുണ്ട് മെഡിറ്റേഷൻ? ഹോപ്പ് യു ആർ ഇൻ ദാറ്റ് വൈബ്രേഷണൽ എനർജി. ഹൈ വൈബ്രേഷണൽ എനർജിയിലാണുള്ളതെന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കാനുള്ള മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഐഡിയൽ ലൈഫാണ് നമ്മൾ ഇന്ന് മെഡിറ്റേഷനിൽ നമ്മൾ പ്ലേ ചെയ്തത്. സോ സച്ച് എ വണ്ടർഫുൾ മെഡിറ്റേഷൻ. വാട്ട് എ വണ്ടർഫുൾ മെഡിറ്റേഷൻ. അപ്പോ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം അല്ലെ. ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും മാനിഫെസ്റ്റ് ചെയ്യാൻ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂള് പഠിപ്പിച്ചു തരട്ടെ. Are you ready? It's a very powerful tool. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ നല്ല രീതിയിലേക്ക് എന്താ പറയാ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ടൂളാണ്. സോ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ, റെഡി ആൻഡ് എക്സൈറ്റഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ശരത് എല്ലാ ഗ്രൂപ്പിലും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ, ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. റെഡി എന്നുള്ളതിന് RE എന്ന് കമന്റ് ചെയ്യുക. റെഡി ആൻഡ് എക്സൈറ്റഡ് RE എന്ന് കമന്റ് ചെയ്യുക. കമന്റ് ഓൺ RE. ഓക്കെ, ആൻഡ് ടെൽ മീ ബ്രിങ് ഇറ്റ് ഓൺ. ബ്രിങ് ഇറ്റ് ഓൺ എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് ബ്രിങ് ഇറ്റ് ഓൺ. ഓക്കെ, ബ്രിങ് ഇറ്റ് ഓൺ എന്നുള്ളത് എന്താണ്? BIO എന്ന് കമന്റ് ചെയ്യും. ബ്രിങ് ഇറ്റ് ഓൺ. BIO. ഓക്കെ, BIO. ശരി, എല്ലാ ഗ്രൂപ്പിലും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. സോ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ. മാനിഫെസ്റ്റേഷൻ there is something called a law of manifestation, അല്ലേ? അറിയോ അത്? മാനിഫെസ്റ്റേഷൻ ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് ഓപ്പൺ ചെയ്യട്ടെ. ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ അറിയുന്നവർ എത്ര പേരുണ്ട്? അറിയുന്നവർ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ആണ്. ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റും. ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റൂൾസ് അതിനുണ്ട്, ഒരുപാട് ലോ ഉണ്ട്. മാനിഫെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ലൈഫിൽ ഒരു മാനിഫെസ്റ്റേഷൻ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഒരുപാട് നിയമങ്ങളുണ്ട്. ഞാൻ ഇന്ന് എന്താണ് മാനിഫെസ്റ്റേഷൻ? മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിലേക്ക് നമുക്കത് സംഭവിക്കാം. നമ്മൾ എന്താണോ കാണുന്നത്, ആഗ്രഹിക്കുന്നത്, ആ കാര്യം നമ്മുടെ ലൈഫിലേക്ക് എന്ത് ചെയ്യുക, സംഭവിക്കാം. ഇന്ന് ഞാൻ പൊതുവെ ശരത് സാറൊക്കെ എടുക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക സെഷന്റെ പോലത്തെ ഒരു സെഷനാണ് എടുക്കുന്നത്. നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് എന്താണോ വേണ്ടത് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ചില അലൈൻമെന്റുകൾ, ചില റൂൾസ് പാലിക്കണം, ചില കാര്യങ്ങൾ സംഭവിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് റൂൾസ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ആ റൂൾസ് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന ചെയ്യാം. 10 റൂൾസ് ഉണ്ട്, 10 റൂൾസ് ഉണ്ട്. ഓക്കെ, 10 നിയമങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ്. ഫസ്റ്റ് ഒരു ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പക്ഷെ അത് നമ്മളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട മനസ്സിലാക്കേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നിയമം എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ആണ്. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ? എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ? ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്
ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. ലോ ഓഫ് അട്രാക്ഷൻ എന്താ പറയുന്നത്? ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. ഒരേപോലെയുള്ളതിനെ അത് അട്രാക്ട് ചെയ്യും. ലോ ഓഫ് അട്രാക്ഷന്റെ നിയമം പറയുന്നത് എന്താ വെച്ചാൽ ഒരേപോലെയുള്ളതിനെ അട്രാക്ട് ചെയ്യും. ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് ലൈക്ക് അട്രാക്ട് ലൈക്സ്. അതായത് യുവർ തോട്ട്സ് ആൻഡ് ഇമോഷൻ അട്രാക്ട് സിമിലർ എക്സ്പീരിയൻസ്. നമ്മുടെ ചിന്തകളും നമ്മുടെ വികാരങ്ങളും അതിന് മാച്ച് ആകുന്ന തരത്തിലുള്ള അനുഭവങ്ങളെ അട്രാക്ട് ചെയ്യും. നമ്മുടെ ചിന്തകൾ എന്തായിരിക്കണം? നല്ല ചിന്തകളായിരിക്കണം. നമ്മുടെ ഇമോഷൻസ് എന്തായിരിക്കണം? നല്ല ചിന്തകളായിരിക്കണം. മെയിൻ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചിന്ത, ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നതാണ് നമ്മുടെ ചിന്തകളും വികാരങ്ങളും എന്തിനെ അട്രാക്ട് ചെയ്യും, അതിനനുസരിച്ചിട്ടുള്ള ഔട്ട്കം നമുക്ക് നൽകും. അപ്പൊ നിങ്ങൾ പണത്തെക്കുറിച്ച് വളരെ നെഗറ്റീവായ ഒരു ഇമോഷനാണ് കൊണ്ട് നടക്കുന്നത് എങ്കിൽ ഒരിക്കലും നിങ്ങൾ നല്ല പണം നിങ്ങളിലേക്ക് വരില്ല. മനസ്സിലാകുന്നുണ്ടോ? നല്ല പണം നിങ്ങളിലേക്ക് വരില്ല. നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷനാണ് കൊണ്ട് നടക്കേണ്ടത്. പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷനാണ് കൊണ്ട് നടക്കേണ്ടത്. ഇനി നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് കൊണ്ട് നടന്നാൽ എന്താ സംഭവിക്കുക? ദാരിദ്ര്യം ഉണ്ടാകും, പ്രയാസമുണ്ടാകും, കഷ്ടപ്പാടുകൾ ഉണ്ടാകും. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. യെസ്, വിഷ്വലി ഞാൻ ഓക്കെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും വേണ്ടത് ഫോക്കസ് ഓൺ ദ പോസിറ്റീവ് തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ടു അട്രാക്ട് പോസിറ്റീവ് ഔട്ട്കംസ്. ലോ ഓഫ് അട്രാക്ഷൻ ഒന്നാമത്തെ നിയമമാണ് മാനിഫെസ്റ്റേഷന്റെ ഒന്നാമത്തെ നിയമം. ലോ ഓഫ് അട്രാക്ഷൻ ആണ് അട്രാക്ട് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആണ്. ഇത് ലോകത്ത് എല്ലായിടത്തും നടക്കുന്നതാണ്. ലോ ഓഫ് അട്രാക്ഷൻ ഇതൊരു നിയമമാണ്, ഒരു പ്രിൻസിപ്പിൾ ആണ്. ഇപ്പൊ ലോ ഓഫ് മോഷൻ എന്ന് പറഞ്ഞ പോലെ അല്ലെ. ഈ നിയമങ്ങളുടെ പ്രത്യേകത എന്താ വെച്ചാൽ ലോ ഓഫ് മാനിഫെസ്റ്റേഷനിൽ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ സംഭവിക്കണമെന്നുണ്ട് എങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ ലൈഫിലേക്ക് സംഭവിക്കുക. അട്രാക്ഷൻ, ലോ ഓഫ് അട്രാക്ഷനും ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ തമ്മിൽ എന്താ വ്യത്യാസം? മാനിഫെസ്റ്റേഷൻ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന, റിയൽ ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്, സംഭവിക്കലാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അത് നമ്മൾ ആകർഷിക്കലാണ്, ആകർഷിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഈ ആകർഷിക്കുന്ന ഒരു കാര്യം നടക്കുമ്പോഴാണ് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നത്. ഒരു നിയമമാണ്, ഒരു പ്രിൻസിപ്പിൾ. ലോ ഓഫ് മോഷൻ കേട്ടിട്ടുണ്ടോ? ചലന നിയമം, ന്യൂട്ടന്റെ. അത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു നിയമമാണ്. അതുപോലെ യൂണിവേഴ്സലി നടക്കുന്ന ഒരു സംഗതിയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാം, അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് നോക്കുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ, നെക്സ്റ്റ് ലോ ഓഫ് വൈബ്രേഷൻ. അടുത്ത നിയമം എന്താണ്? രണ്ടാമത്തെ നിയമം ലോ ഓഫ് വൈബ്രേഷൻ. അപ്പൊ മാനിഫെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈബ്രേഷനും കൂടി മാച്ച് ആവണം. ചിന്തകൾ മാച്ച് ആയാൽ മാത്രം പോരാ, ജസ്റ്റ് അത് വരും. അത് ലോ ഓഫ് വൈബ്രേഷൻ എന്ന് വെച്ചാൽ എവറിത്തിങ് ഇൻ ദിസ് യൂണിവേഴ്സ് ഈസ് എനർജി വൈബ്രേറ്റിംഗ് അറ്റ് ഡിഫറെന്റ് ഫ്രീക്വൻസീസ്. ഓരോ വസ്തുക്കളും ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. സോ അലൈൻ യുവർ പേഴ്സണൽ എനർജി. നമ്മളുടെ എനർജി എന്തായിരിക്കണം? നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് സംഭവിക്കാൻ വേണ്ടിയിട്ട് അതുമായിട്ട് മാച്ച് ചെയ്യണം. ഇമോഷൻസും തോട്ട്സും ഉണ്ടായാൽ മാത്രം പോരാ, നമ്മുടെ എനർജി ആ ലെവലിലേക്ക് ആവണം. നോർമലി തോട്ട്സും ചിന്തകളും വികാരങ്ങളും നമ്മൾ നല്ല ലെവലിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനർജി അലൈൻഡ് ആവാറുണ്ട്. ഇതിന് പുറമെ നമുക്ക് എന്ത് ചെയ്യാം? ടാപ്പിംഗ് ഒക്കെ ചെയ്തുകൊണ്ട്, ചിന്തകൾ മാത്രം പോരാ, ഇമോഷൻസ് കൺട്രോൾ ചെയ്യാം. ഇതിനൊക്കെ ക്ലിയർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ടാപ്പിംഗ് വേണം. നമ്മുടെ EFT പോലുള്ള തെറാപ്പീസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നെർവസ് സിസ്റ്റത്തെ കാമാക്കി നല്ല ഹൈ എനർജിയിലേക്ക് കൊണ്ടുപോകണം. അതേപോലെ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക, കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ. അപ്പൊ ലോ ഓഫ് വൈബ്രേഷനും കൂടി സെറ്റ് ആകും. ലോ ഓഫ് വൈബ്രേഷൻ എന്താണ്? ഓരോ വസ്തുക്കളും അതിൻ്റെതായിട്ടുള്ള വൈബ്രേഷണൽ എനർജിയിലാണ്, എനർജി വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനൊരു ഫ്രീക്വൻസി ഉണ്ട്. ഇപ്പൊ പണത്തിൻ്റെതെന്ന് പറയുന്നത് 432 ആണ്. നിങ്ങളിലേക്ക് പണം വരണോ? നിങ്ങളുടെ വൈബ്രേഷണൽ എനർജി 432യിലേക്ക് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പണം വരും. അത് 777 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പണം വരും. അത് 888 എന്ന് പറയുന്ന എനർജിയിലേക്ക്, ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അൺലിമിറ്റഡ് അബണ്ടൻസിലാണ് നിങ്ങളുള്ളത്. നിങ്ങൾ അതിലേക്കൊക്കെ എത്തുക എന്ന് പറയുന്നത് വലിയ സ്റ്റേജാണ്. കാരണം 700+ ജ്ഞാനോദയം ലഭിച്ച ആൾക്കാർക്ക് ലഭിക്കുന്ന സ്റ്റേജാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില ആൾക്കാർ? അതായത് ഈ അവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അവർക്ക് അപ്പോൾ അവിടെ ലഭിക്കും. സ്വർഗത്തിലുള്ള ഒരു അവസ്ഥയാണ്. നിങ്ങളുടെ എനർജി 888ലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ അപ്പം ആഗ്രഹിക്കുന്ന അവിടെ അത് അപ്പോൾ അവിടെ ലഭിക്കും. ഡിലേ ഇല്ല.
The moment you desire, that is there. He is in abundance. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഒരാൾ യൂസുഫ് അലി സാർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എനിക്കറിയില്ല അദ്ദേഹം അതിലാണോ എന്നുള്ളത്. അദ്ദേഹം പക്ഷേ 432 കടന്ന ആളാണെന്നുള്ള കാര്യം ഉറപ്പാണ്. മേ ബി 777 ചിലപ്പോൾ ആയിട്ടുണ്ടാവാം. 777 അറിയില്ല. ഇതൊക്കെ എന്ന് വെച്ചാൽ ഈ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് എനിക്കറിയില്ല. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് ഓൺ ദ മൊമെന്റിൽ അവൈലബിൾ ആകുന്ന ഒരു അവസ്ഥയുണ്ട്. അത്രയ്ക്കും ബ്ലിസ്സിലായിരിക്കും അവര്. അത് തന്നെയാണ് സ്വർഗം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. എനിവേ, നിങ്ങൾ മനസ്സിലാക്കുക 432 ആണ് നമുക്ക് മിനിമം നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ. 200 മുതൽ തുടങ്ങും നമുക്ക് അബണ്ടൻസ് വരാൻ. പിന്നെ അതിങ്ങനെ കൂട്ടി 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 കൊണ്ടുവരുന്നതനുസരിച്ച് 432 എത്തുമ്പോഴേക്കും നിങ്ങൾ യു ബിക്കം എ മില്യനിയർ, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. വിൽ ബി ലൈക്ക് ഫൈനാൻഷ്യലി ഹ്യൂജ്. നമുക്ക് അധികം ആൾക്കാർക്കും ആ വൈബ്രേഷണൽ എനർജിയിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാജയത്തിന്റെ കാരണം. നമുക്ക് വരുന്ന പണമൊക്കെ നഷ്ടപ്പെടുന്നത് നമ്മുടെ എനർജി 200 താഴെ പോകുന്നതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടാവും? യെസ്, ഹലോ, യെസ്, ഓക്കെ. സോ നമുക്ക് വൈബ്രേഷണൽ എനർജിയെ കുറിച്ച് അറിയാലോ. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ പല തവണ അതിന്റെ സ്ക്രീൻഷോട്ട് കാണിച്ചിട്ടുണ്ട്. യെസ്, നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറയാം. ഓക്കെ, കണ്ടിട്ടുണ്ട്, വെരി ഗുഡ്. സോ അടുത്തത് എന്താണ്? ലോ ഓഫ് വൈബ്രേഷൻ പറഞ്ഞു. അടുത്തത് ലോ ഓഫ് ഇൻസ്പയർഡ് ആക്ഷൻ. മാനിഫെസ്റ്റേഷൻ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഇൻസ്പിറേഷണൽ ആക്ഷൻ ഉണ്ടാവണം. സോ മാനിഫെസ്റ്റേഷൻ ഈസ് ഇൻ ജസ്റ്റ് തിങ്കിങ്. നമ്മൾ ചുമ്മാ ചിന്തിച്ചിരിക്കുന്നതുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമില്ല. ഇറ്റ് റിക്വയർസ് ടേക്കിംഗ് റിയൽ സ്റ്റെപ്സ് ടുവാർഡ്സ് യുവർ ഗോൾ. റിയൽ സ്റ്റെപ്സ് എന്താണ്? നമ്മൾ ആക്ഷൻ എടുക്കണം. സോ അപ്ലിക്കേഷൻ എന്താണ്? ആക്ട് ഓൺ ഇൻറ്റ്യൂട്ടീവ് നഡ്ജസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ദാറ്റ് അറൈസ്. അതായത് നമ്മുടെ ഉള്ളിൽ ഇൻറ്റ്യൂഷൻസ് വരും. നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഒരുപാട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ, അതേപോലെ തന്നെ നമ്മുടെ ഈ അഡ്വാൻസ് പ്രോഗ്രാമിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അഡ്വാൻസ് പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ആണെന്ന് വെച്ചാൽ ടൈം ട്രാവൽ തെറാപ്പി, അതേപോലെ തന്നെ വിഷ്വലായിട്ട് നമ്മൾ കൊടുക്കുന്ന കുറേ തെറാപ്പീസ് ഉണ്ട്. ആ വിഷ്വൽ തെറാപ്പീസ് മെന്റൽ തെറാപ്പീസ് ഉണ്ട്. മെന്റൽ തെറാപ്പീസ്. ആ മെന്റൽ തെറാപ്പീസ് നമ്മൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഷിഫ്റ്റ് സംഭവിക്കും. നിങ്ങളുടെ ഉള്ളിലുള്ള കുറേ എനർജി ബ്ലോക്കുകൾ റിമൂവ് ആവും. ഇമോഷണൽ ബ്ലോക്ക് റിമൂവ് ആയി നിങ്ങൾ ലൈറ്റായി ഭാരം കുറഞ്ഞ് വല്ലാതെ ലൈറ്റായി നിങ്ങൾ സ്പിരിച്വലി ഇങ്ങനെ ഉയർന്നു വരാൻ തുടങ്ങും. അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തി തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ഉത്തരങ്ങൾ ലഭിക്കും. നിങ്ങൾ ഒരു എനർജി ബീയിങ് ആണ്. ആ എനർജി ബീയിങ്ങിന്റെ ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾ എന്ത് ചെയ്യും? ആക്സസ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ കൂടുതൽ എന്ത് ചെയ്യും? ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നത് എന്ന് വെച്ചാൽ കോൺഷ്യസ് മൈൻഡിലും സബ് കോൺഷ്യസ് മൈൻഡിലുമാണ്. അതിൽ നിന്ന് നിങ്ങൾ സൂപ്പർ കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. പിന്നീട് കോസ്മിക് കോൺഷ്യസ് മൈൻഡിലേക്കും പോകും. എന്താണ് കോസ്മിക് കോൺഷ്യസ് മൈൻഡ്? കോസ്മിക് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ കോസ്മിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിന്റെ എനർജി, പ്രപഞ്ച നാഥനിലേക്ക് അടുക്കുന്ന, അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടാവിലേക്ക് നമ്മൾ അടുക്കുന്ന, ഈ പ്രപഞ്ചമായിട്ട് കണക്റ്റഡ് ആവുന്ന ആ ഒരു പവർഫുൾ എനർജി ആയിട്ട് നമ്മൾ കണക്റ്റഡ് ആവുന്ന അവസ്ഥയിൽ നമ്മൾ കൂടുതൽ നമ്മൾ അതിൽ നിന്ന് വന്നതാണ്. നമ്മുടെ ഈ ഇന്റലിജൻസ് എവിടെ നമുക്ക് ഐഡിയാസ് കിട്ടുന്നത്? എവിടെയാണ് നിങ്ങൾ ഈ ചിന്തിക്കുന്ന ആശയങ്ങൾ കിട്ടുന്നത്? നിങ്ങൾ അങ്ങോട്ട് എടുത്തു വെച്ചതാണോ? അല്ല, ഇറ്റ് ഈസ് ഓൾറെഡി ഹിയർ, റൈറ്റ്? എവിടുന്നോ വരുന്നുണ്ട്. നല്ല ചിന്തകൾ വരുന്നുണ്ട്, നല്ല ആശയങ്ങൾ വരുന്നുണ്ട്. അപ്പം ക്രിയേറ്റിവിറ്റി, ഇതിങ്ങനെ ചെയ്യാം, അതങ്ങനെ ചെയ്യുന്ന തോന്നലുകൾ വരുന്നില്ലേ? ഇതിങ്ങനെ ചെയ്ത് അങ്ങനെ വർക്കൗട്ട് ആവും. ഇങ്ങനെ തോന്നിയതിന്റെ പുറത്തല്ലേ ഇപ്പൊ നമുക്കുള്ള റൂമിലുള്ള വെളിച്ചം, ലൈറ്റ് ഒരാൾക്ക് തോന്നിയ തോന്നലാണ്, ഇൻറ്റ്യൂഷനാണ്. ആ ഇൻറ്റ്യൂഷന്റെ പുറത്ത് അയാൾ എന്ത് ചെയ്യണം? ഇതിങ്ങനെ ചെയ്താൽ എനിക്ക് ബൾബ് കണ്ടെത്താം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കാം, അങ്ങനെ ഒരുപാട് അതിലേക്ക് ഫോക്കസ് കൊടുത്ത് വരുമ്പോൾ ആ കറക്റ്റ് ഫ്രീക്വൻസി മാച്ച് ആവും. ആ ഐഡിയ അയാൾക്ക് കിട്ടുന്നു, അയാൾ അപ്ലൈ ചെയ്യുന്നു, അത് വർക്ക് ആവും. മാനിഫെസ്റ്റേഷൻ. കാരണം ഇങ്ങനെ ആൾക്കാർ സയന്റിസ്റ്റുകൾ ഓരോന്ന് കണ്ടെത്തുന്നത്. ഹൗ ഡു ദേ ഡു ദാറ്റ്? എവിടെയാണ് അവർക്ക് ഇത്രയും ഐഡിയാസ് കിട്ടുന്നത്? എങ്ങനെയാ അവരുടെ? ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടുണ്ട്, സയൻസ് ഈസ് നത്തിങ് ബട്ട് എ റിഫൈൻമെന്റ് ഓഫ് എവറിഡേ തിങ്ക്. ഓരോ ദിവസവും ചിന്തിച്ച് കൂട്ടുന്ന ചിന്തയിൽ നിന്നുണ്ടാവുന്നതാണ്. അപ്പൊ ആ ചിന്തയിലേക്ക് നമ്മൾ
ഒരൊറ്റ കാര്യത്തിലേക്ക്, കുറഞ്ഞ കാര്യങ്ങളിലേക്ക് മാത്രം ചിന്ത പോകുമ്പോഴാണ് നിങ്ങൾ പവർഫുൾ ആണ്. നമ്മുടെ അധികം ആൾക്കാരുടെയും പ്രശ്നം വെച്ചാൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് ചിന്ത പോകുന്നു. അങ്ങനെ കുറഞ്ഞ കാര്യങ്ങളിലേക്ക് ചിന്ത പോകുമ്പോൾ, കുറച്ച് കാര്യങ്ങളിലേക്ക് ചിന്ത പോകുമ്പോൾ, നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലേക്ക് ചിന്ത പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവും, ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും. ഇറ്റ് കംസ് ഫ്രം വിത്തിൻ. പുറമേ നിന്ന് വരുന്ന പവർഫുൾ ആയിട്ടുള്ള മോട്ടിവേഷണൽ വേർഡ്സോ സംഗതികളോ വേറെ ആൾ നിങ്ങളെ ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യുന്നതല്ല, സോഷ്യൽ മീഡിയയോ മറ്റുള്ള കാര്യങ്ങളോ പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല. ഇറ്റ് കംസ് ഫ്രം വിത്തിൻ. നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു കോളിംഗ് വരുന്നു, നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു ഇൻസ്പിറേഷൻ വരുന്നു. അതിനെ പറയുന്ന പേരാണ് ഇൻസ്പിറേഷൻ. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ പ്രചോദനം. അതായത് നിങ്ങളിലേക്ക് അടുക്കുമ്പോൾ, ഇൻ സ്പിരിറ്റിലാകുമ്പോൾ. എന്താ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞ രണ്ട് വാക്കാണ്. ഇൻ സ്പിരിറ്റ്. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആത്മാവിലായിരിക്കുമ്പോൾ, ആത്മാവിലേക്ക് കിടക്കുമ്പോൾ, ഇൻ സ്പിരിറ്റിൽ നിന്നുണ്ടാകുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്പിറേഷൻ. മനസ്സിലായോ? നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു തോന്നൽ വരും, ഇത് ഞാൻ പോയിട്ട് ചെയ്യണം. ഒരു വല്ലാത്തൊരു ഫോഴ്സ് നിങ്ങളെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിക്കുക, തോന്നിപ്പിക്കും. അങ്ങനെ ആ തോന്നുന്ന കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ഇൻസ്പയർഡ് ആയിക്കൊണ്ട്, പ്രചോദിതനായിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ആക്ഷൻ പോയിട്ട് എടുക്കണം. അപ്പൊ നിങ്ങൾക്കൊരു തോന്നൽ വരികയാണ്. നിങ്ങളിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ ആഗ്രഹിച്ച് നടക്കുന്ന എന്തോ ഒരു കാര്യം എങ്ങനെ ചെയ്യും. ഐഡിയാസ് വിൽ കം. പേര്, നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊജക്ടിന് വേണ്ട പേര്, ഇങ്ങനെ പേര് കൊടുക്കാം. തോന്നുന്നു ഇങ്ങനെ ചെയ്യാം, ഇന്ന ആളെ പോയി കണ്ട് സംസാരിക്കാം, ഇന്ന ആളോട് ചോദിക്കാം, ഇന്ന ആൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. Whenever you get those kind of ideas, just go and ask. തോന്നലുകളുടെ പുറകെ പോകണം. മനസ്സിലാവണ്ടോ? ഇൻറ്റ്യൂഷനാണ് ഉള്ളിൽ നിന്ന്, ഒരു ഉൾവിളിയാണ്. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ആ ഉൾവിളി കുറഞ്ഞു പോയത്? നമ്മളിലേക്ക് കണക്ട് ചെയ്യുന്നില്ല. ഹലോ, പ്ലീസ് ബി ഹിയർ, എവരിവൺ പ്ലീസ് ബി ഹിയർ ഇൻ വീഡിയോയിൽ വരും കേട്ടോ. സോ ഇൻറ്റ്യൂഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. നമ്മളിലേക്ക് കണക്ട് ചെയ്യുന്നില്ല. പ്ലീസ് ബി ഹിയർ ഇൻ വീഡിയോ. എല്ലാവരും ഒന്ന് വീഡിയോയിൽ വരും. നിങ്ങളൊക്കെ എന്താണ്, മടിയന്മാരാണോ? ഇപ്പോഴും എണീറ്റ് ഉണർന്നിട്ടില്ലേ? ആണോ? ഒന്ന് ഉണർന്ന് ഉഷാറായിട്ട് ഒരു ടേബിളിന്റെ മുമ്പിൽ ഇരുന്നിട്ട് കേട്ടൂടെ ഇതൊക്കെ? ഒന്ന് ഉഷാറായിട്ട് വീഡിയോ ഓൺ ചെയ്ത് വെക്കാനുള്ള ഒരു കോൺഫിഡൻസിൽ, ആ ഒരു ഭംഗിയിലും വൃത്തിയിലൊക്കെ വന്ന് കുളിച്ച് ഫ്രഷായി, അല്ലെങ്കിൽ എന്താ പറയാ, ഒന്ന് മുഖം കഴുകി ഫ്രഷായി ഒരു ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കേട്ടൂടെ? ഇവിടെ ജോസഫ് സാറൊക്കെ ഇരിക്കുന്ന പോലെ, അനിത മാം ഇരിക്കുന്ന പോലെ, അഷ്റഫ് സാർ ഇരിക്കുന്ന പോലെ, അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലാസ് അല്ലേ നൽകുന്നത്? നമ്മൾ എന്തിനാ ഇങ്ങനെ ഒരു ഉഴപ്പൻ മട്ടിൽ കാണുന്നത്? വൈ കാൺ വി ബി ഹിയർ ഇൻ വീഡിയോ? എന്നിട്ട് നമുക്ക് എന്തുകൊണ്ട് കേട്ടുകൂടാ? നല്ലതല്ലേ? അതൊക്കെ രസമല്ലേ? എല്ലാ ദിവസവും അങ്ങനെ വന്നിരിക്കുന്നതിന് മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആയിരിക്കും. പല ആൾക്കാരിപ്പോ എന്ന് വെച്ചാൽ, സാറേ വയ്യ സാറേ, പെട്ടിരിക്കുകയാണ്, ഞാൻ ബെഡിൽ നിന്ന് എണീറ്റിട്ടില്ല, എന്നെ പിടിക്കില്ല ഇപ്പൊ എന്നുള്ള രീതിയിലാണ് ചില ആൾക്കാർ. ഓക്കെ, സോ എനിവേ, അപ്പോ എത്ര പോയിന്റ്സുകൾ പറഞ്ഞു? 3 പോയിന്റ്സ് പറഞ്ഞു അല്ലെ? ലോ ഓഫ് ഇൻസ്പയർഡ് ആക്ഷൻ. ഇതും കൂടെ നടക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? മാനിഫെസ്റ്റേഷൻ ഫാസ്റ്റ് ആവുന്നത്. അപ്പൊ നമ്മളൊരു കാര്യം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, ഇനി വേറൊന്നുണ്ട് കേട്ടോ, നിങ്ങള് ഇതൊന്നും ഒരു ആക്ഷനും എടുക്കാതെ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇത്. നമ്മുടെ ഇതിൽ പഠിപ്പിക്കുന്ന ഒരു 7th ഡയമെൻഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. നിങ്ങളുടെ എനർജി 700+ മുകളിലേക്ക് പോകുന്ന ലെവൽ. അതായത് 5th ഡയമെൻഷനിലാണ്, സോറി 3rd ഡയമെൻഷനിലാണ് നമ്മളുള്ളത്. നമ്മളുടെ ഈ ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുക നമ്മൾ 4th ഡയമെൻഷനിലേക്ക് കടക്കുമ്പോഴാണ്. 4th ഡയമെൻഷനിൽ നമുക്ക് ആക്ഷൻ ഒക്കെ വേണം. അതിൽ ഇമോഷൻസ് അലൈൻഡ് ആവണം, ആക്ഷൻസ് വേണം. അപ്പോ പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആക്ഷൻസേ വേണ്ടാത്തൊരവസ്ഥ. അതാണ് 7th ഡയമെൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നു, അപ്പം നടക്കും. ആഗ്രഹിക്കുന്നു, നമ്മൾ ആ ഒരു അബണ്ടൻസിലാണ് എന്നുള്ള അവസ്ഥ. നടക്കാൻ അവിടെ ഡിലേ ഇല്ല. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക? അഡ്വാൻസ് പ്രോഗ്രാമിലേക്ക് വരിക. ആദ്യമായിട്ട് ചെയ്യുന്നവർക്കും അഡ്വാൻസ് പ്രോഗ്രാം ചെയ്യാം, നോ ഇഷ്യൂ. നമ്മൾ ആ രൂപത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബേസിക് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. യു ക്യാൻ ആൾസോ ഡു ദ അഡ്വാൻസ് പ്രോഗ്രാം. ആർക്ക് വേണമെങ്കിലും. ഇപ്പം ഓൺലൈനിൽ 40 ദിവസം ഇരുന്ന് പഠിക്കാൻ താല്പര്യം ഇല്ലാത്തവരുണ്ട്. പക്ഷെ 3 ദിവസം കൊണ്ട് എല്ലാം പഠിക്കണം. EFT എല്ലാം പഠിക്കണം.
ഈ പറഞ്ഞിരിക്കുന്ന അഡ്വാൻസ് പ്രോഗ്രാമിലൂടെ കടന്നു പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ആൾസോ കം. ഓക്കെ, 3 ദിവസം ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ്. അപ്പൊ അങ്ങനെ കുറെ എന്റർപ്രണേഴ്സ് വരുന്നുണ്ട്. ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ സമയം ഉണ്ടാവില്ല, 20 ഈ പറഞ്ഞിരിക്കുന്ന 40 ദിവസം ഇരിക്കാനൊന്നും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, അഡ്വാൻസ് പ്രോഗ്രാമിലേക്ക് ഒറ്റയ്ക്ക് വരാം. യു ക്യാൻ എക്സ്പീരിയൻസ് ദ മാജിക്. ഓക്കെ, അടുത്തത് എന്താണ്? ലോ ഓഫ് ഇൻസ്പയർഡ് ആക്ഷൻ പറഞ്ഞില്ലേ, അടുത്ത എന്താ? ലോ ഓഫ് കറസ്പോണ്ടൻസ്. ലോ ഓഫ് കറസ്പോണ്ടൻസ് എന്താണ്? ഫോർ ഐഡിയ, യുവർ ഔട്ടർ വേൾഡ് റിഫ്ലക്ട്സ് യുവർ ഇന്നർ വേൾഡ്. കറസ്പോണ്ടൻസ് എന്താണ്? നമ്മൾ എപ്പോഴും കറസ്പോണ്ടൻസ് ഉണ്ടാവണം. എന്താ കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ? അലൈൻമെന്റ്. ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് ആൻഡ് ബിലീവ്സ് ടു ഷിഫ്റ്റ് യുവർ എക്സ്റ്റേണൽ സർക്കംസ്റ്റൻസ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം? മൈൻഡ് സെറ്റിൽ വർക്ക് ചെയ്യണം. തോട്ട്സും ഇമോഷൻസും മാത്രം ചെയ്യുന്നത്, ഇപ്പൊ നടക്കുന്ന തോട്ട്സ് മാത്രം ചേഞ്ച് ചെയ്താൽ പോരാ, നമ്മുടെ ഉള്ളിലുള്ള ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടാവും, ബിലീഫായി കിടക്കുന്നതുണ്ട്, അതിനെ ചേഞ്ച് ചെയ്യണം. അതിനാണ് EFT ഒക്കെ ശരിക്കും ഹെൽപ്ഫുൾ ആവുന്നത്. കോർ ലെവലിൽ ചെന്നിറങ്ങിയിട്ട് നിങ്ങളുടെ കോർ വാല്യൂസ് ഉണ്ടാവും, കോർ ബിലീഫ്സ് ഉണ്ടാവും, കോർ ആറ്റിറ്റ്യൂഡ് ഉണ്ടാകും. ഓക്കെ, അതിനെ ഷിഫ്റ്റ് ചെയ്യണം. അവിടെ സ്റ്റോർ ചെയ്ത് കിടക്കുന്ന കുറെ സാധനം, ജസ്റ്റ് ഇപ്പൊ നടക്കുന്ന ഫീലിങ്സ് ഓക്കെ, ഐ ആം ഹാപ്പി, ഐ ആം ഗുഡ്, നല്ല ചിന്തകൾ കൊടുക്കുന്നു, പോരാ. കാരണം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ മാറിയിട്ടില്ല. ഉള്ളിന്റെ ഉള്ളില് ശരിക്കും മാറണം. ഇപ്പോ നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് പോസിറ്റീവായി ചിന്തിച്ച് നടന്നിട്ട് കാര്യമില്ല. കുറച്ചൊക്കെ റിസൾട്ട് കിട്ടും, പക്ഷെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഷിഫ്റ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ കോർ ലെവലിൽ ചേഞ്ച് ആവണം. അപ്പൊ ഉള്ളും പുറവും മാച്ച് ആവണം. എന്താ ഉള്ളും പുറവും? നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും അതിനോട് മാച്ച് ആകുന്ന കാര്യങ്ങളാണ് ഉള്ളിൽ ഉണ്ടാവേണ്ടത്. അതായത് ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടാവരുത്, കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. എന്താ കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞ വേർഡ്? അതിന്റെ മലയാളം എന്താ? കോൺഫ്ലിക്ട്സിന്റെ മലയാളം വേർഡ് എന്ന് പറഞ്ഞേ, ഒന്ന് കമന്റ് ചെയ്തേ. കോൺട്രഡിക്റ്റിംഗ് ഉണ്ടാവരുത് അല്ലെ? കോൺട്രഡിക്ഷൻ ഉണ്ടാവാൻ പാടില്ല. എന്താ കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാല്? സംഘർഷം. കോൺട്രഡിക്ഷൻ എന്നുള്ളതിന്റെ വേറെ മലയാളം എന്താ? കോൺട്രഡിക്ഷൻ കറക്റ്റ് അറിയാലോ. കോൺട്രഡിക്ട് ചെയ്യാം. തമ്മിൽ ചേരായിക ഉണ്ടാവരുത്, എതിർപ്പുണ്ടാവരുത്, സംഘർഷം ഉണ്ടാവരുത്, വിപരീത അവസ്ഥ ഉണ്ടാവരുത്. മനസ്സിലാവുന്നുണ്ട്? അതായത് നിങ്ങൾ ആഗ്രഹിക്കുകയാണെന്ത്? എനിക്ക് സമ്പന്നനാണ്. പക്ഷെ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ നല്ല ഫീലിംഗ് ഒക്കെ കൊടുക്കുന്നില്ല. നേരത്തെ പറഞ്ഞ നല്ല ഗുഡ് ഫീലിംഗ്, ലോ വൈബ്രേഷന് വേണ്ടി നല്ല ചിന്തകൾ, ലോ ഓഫ് അട്രാക്ഷന്റെ നല്ല ചിന്തകൾ കൊടുക്കുന്നുണ്ട്, പോസിറ്റീവ് ചിന്തയുണ്ട്, നല്ല ഇമോഷൻസും ഉണ്ട്. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ പണക്കാരനാവണം. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്കുള്ള വിശ്വാസമാണ് പണക്കാരനായാൽ സമാധാനം പോകും. അതൊരു കോർ ബിലീഫാണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇതും തമ്മിൽ എതിർപ്പല്ലേ? പണം ഇങ്ങോട്ട് വരണം, പക്ഷെ ഉള്ളിൽ എന്താ വെച്ചിരിക്കുന്നത്? വൈരുദ്ധ്യം. അതെ, വൈരുദ്ധ്യം. ഗഫൂർ, താങ്ക് യു. ഗഫൂർ നമുക്ക് വരും തോന്നുന്നു. ഓക്കെ, സോ വൈരുദ്ധ്യം. അപ്പൊ ആ വൈരുദ്ധ്യം ഉണ്ടാവരുത്, മാച്ചിങ് ആവും. എന്നാൽ മാത്രമാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് പലതും നടക്കാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നിങ്ങൾ ചോദിക്കണം, എന്റെ ഉള്ളിന്റെ ഉള്ളിൽ കോർ ബിലീഫ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണുള്ളത്? അപ്പൊ അതിന് ഇരുന്ന് സമയമെടുത്ത് ആലോചിക്കണം. എന്നിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് എന്തൊക്കെ ചിന്തകൾ എനിക്കുണ്ടാകാം, എന്നിട്ട് ആ ചിന്ത കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ചിന്തകളെ കണ്ടെത്തുമ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്കത് കിട്ടും. നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും, പതിയെ പതിയെ ഇങ്ങനെ വരും. ക്ഷമ വേണം. ഓക്കെ, സാറേ വരുന്നില്ല സാറേ എന്നും പറഞ്ഞിട്ട് 2 മിനിറ്റ് ഇരുന്നാണ്ട് 3 മിനിറ്റ് ഇരുന്നിട്ട് നടക്കുക. ചിലപ്പം ഒരു ദിവസം എടുക്കും, ചിലപ്പോൾ പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ട് വരും, ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് വരും. മനസ്സിലാവണ്ട? പക്ഷെ യു കീപ് ഓൺ തിങ്കിങ്. ഇത്രയും കാലം നമ്മൾ പുറത്ത് നോക്കി നടക്കല്ലേ, ഈ കണ്ണും തുറന്ന് ഇങ്ങനെ നടക്കണം. ഒന്ന് കണ്ണടച്ചിട്ട് ഉള്ളിലേക്ക് നോക്കും. ഉള്ളിലേക്ക് നോക്കിയിട്ട് എന്താ വെച്ചാല് ചോദിക്കുക, എന്താണ് എന്റെ ഉള്ളിലുള്ള കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ബിലീഫ്? എനിക്ക് സമ്പന്നനാവണം, വിജയിക്കണം. പക്ഷെ ഉള്ളിൽ എന്ത് ചെയ്യാണ്? വിജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫേമസ് ആയി പോവും, ഫേമസ് ആയാൽ ഞാൻ ബിസി ആയി പോവും, ബിസി ആയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ടെൻഷൻ, അത് സ്ട്രെസ് ആവും. അത് മനസ്സിലുണ്ടോ? അങ്ങനത്തെ വിശ്വാസങ്ങൾ ഉള്ളിൽ കിടക്കുന്നുണ്ട്, സംശയങ്ങളും വിശ്വാസങ്ങളും. ഉണ്ടാകാൻ പാടില്ല. വിജയിച്ചാൽ ഫേമസ് ആകുമായിരിക്കും, ഫേമസ് ആവട്ടെ. ഫേമസ് ആയാൽ അതും ഞാൻ എൻജോയ് ചെയ്യും, അതിനെ അക്സെപ്റ്റ് ചെയ്യണം. ഫേമസ് ആവണ്ട എനിക്ക്, പക്ഷെ എനിക്ക് വിജയിക്കണം. ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റിംഗ് സാധനമായിരിക്കും. കാരണം നിങ്ങളുടെ പ്രൊഫഷൻ ചിലപ്പോൾ ഫേമസ് ആവേണ്ടി വരും.
ഒരു ട്രെയിനറാണ്, എനിക്ക് ഭയങ്കരമായിട്ട് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഐ വിൽ ബിക്കം സം കൈൻഡ് ഓഫ് ഫേമസ്, റൈറ്റ്? പക്ഷേ എനിക്ക് ട്രെയിനർ ആവണം, ആരും അറിയണ്ട, ഓക്കെ, ഓൺലൈനിൽ ഞാൻ ക്ലാസ് ഒന്നും എടുക്കൂല, ഞാൻ സോഷ്യൽ മീഡിയയിൽ വീഡിയോസും ചെയ്യൂല. അപ്പൊ എന്തായിരിക്കും, എനിക്ക് സ്ട്രഗിളിംഗ് ആയിരിക്കും എൻ്റെ ഒരു കരിയർ. ശരിയാണോ ഇന്നത്തെ കാലത്ത്? ഫേമസ് ആവുന്നതിന് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാകും. ഓക്കെ, എങ്ങനെയുണ്ട് ക്ലാസ്? എങ്ങനെയുണ്ട്? ഇസ് ഇറ്റ് ഗുഡ്? ഗുഡ് ഗുഡ്. ആർ യു എൻജോയിങ്? ആർ യു ലേണിംഗ് ന്യൂ തിങ്സ്? നമുക്ക് സ്റ്റോപ്പ് ചെയ്താലോ? സ്റ്റോപ്പ് ചെയ്താലോ ക്ലാസ്? സോ വേണ്ട, കണ്ടിന്യൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എനിക്കൊരു 10 മിനിറ്റ് കൂടി ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യും. ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ നാളെ എടുക്കാം. ഓക്കെ, നാളെ എടുക്കാം, നമുക്ക് ഡെപ്തിൽ എടുക്കാം. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവുക, നമ്മൾ ആഗ്രഹിക്കുന്ന സാധനമായിട്ട് മാച്ച് ചെയ്യാനും. അപ്പൊ എനിക്കുണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. എന്റെ ബിസിനസ് സ്ട്രഗിൾ ചെയ്യാനും, ഞാൻ കോച്ചിങ് എടുക്കുന്ന ആളല്ലേ, ട്രെയിനിങ് എടുക്കുന്നുണ്ട്. എനിക്ക് ആദ്യ കാലത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാവരും ആൾക്കാരുടെ അടുത്തേക്ക് വരുന്നു, എന്റെ അടുത്ത് ഓട്ടോഗ്രാഫി കഴിക്കുന്നു, ലൈക്ക് സെൽഫി എടുക്കുന്നു, ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ പിന്നെ എനിക്കത് എന്താ വെച്ചാല്, ഞാൻ എവിടെയും പോവുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ ഫാമിലി ആയിട്ട് എവിടെ പോവുകയാണെങ്കിലും ആൾക്കാർ വരും. അപ്പൊ ഇടപെടുമ്പോൾ നമുക്കൊരു പ്രൈവസി ഇല്ല, അതൊരു സുഖമില്ല. പിന്നെ മനസ്സിലാകുന്നുണ്ട്, അത് നമുക്ക് എന്താണെന്നറിയില്ല, ഒരു പ്രൈവസി നഷ്ടപ്പെട്ടതുപോലെ ഒരു ഫീൽ. അത് കുറെ കിട്ടിയുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ, വില നഷ്ടം, നമുക്ക് പിന്നെ വില ഉണ്ടാവില്ല എന്ന് പറഞ്ഞ മാതിരി ഇച്ചിരി അഹങ്കാരമൊക്കെ വരുന്ന പോലെ. അപ്പൊ എന്താണെന്നറിയില്ല, ശരിക്കും പറയാ, അങ്ങനെ എനിക്ക് ഫ്രണ്ടിലേക്ക് വരണ്ട, എനിക്ക് ഫേമസ് ആണ്, എനിക്കൊരു പേടി ഫ്രണ്ടിലേക്ക് വരാൻ. എന്നാൽ എനിക്ക് സക്സസ് ആവണം, ബ്രാൻഡ് ആവണം, വലിയ സംഭവമാണ്. അപ്പൊ എന്തായി, കോൺഫ്ലിക്റ്റിംഗ് സാധനം ഉണ്ടായി. ക്ലിയർ ആയല്ലോ? അപ്പൊ എനിക്കത് മാനിഫെസ്റ്റേഷൻ കുറയും, എനിക്ക് കുറഞ്ഞു, നോ ഡൗട്ട് കുറഞ്ഞു. സോ വി ഹാവ് ടു അക്സെപ്റ്റ് ഓൾ ദ ബ്ലെസ്സിങ്സ്, ഓൾ ദ ഗുഡ് തിങ്സ്. നമ്മൾ ഫിയർ ക്രിയേറ്റ് ചെയ്ത് ഞാൻ ചെയ്ത ശരിയാവോ, അല്ലെങ്കിൽ അത് വഷളാവോ, അത് പരാജയമാവോ, ഇതൊക്കെ ചില ആൾക്കാർക്ക് ഉണ്ടെന്ന് വെച്ചാൽ എല്ലാവരും റെസ്പെക്ട് കിട്ടണം, എല്ലാം കിട്ടണം, ഭയങ്കര ഗൈഡ് കിട്ടണം. അപ്പം ഒരു പരിപാടി നടക്കുന്ന സമയത്ത് അവിടെ ഒന്ന് രണ്ടു വാക്ക് സംസാരിക്കാൻ അതിന് ഞാൻ ഇല്ല, മനസ്സിലാവുണ്ടോ? അത് അങ്ങനെയുള്ള സംഗതികളുണ്ട്. അല്ലെങ്കിൽ ചില ആൾക്കാർ വന്നിട്ട് നമ്മളോട് എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങും. ചില സ്ത്രീകൾക്കുള്ള പ്രശ്നമാണ്, ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ, വർക്കൊക്കെ ചെയ്യാൻ റെഡിയാണ്. അപ്പൊ ചില സ്ത്രീകൾ ചില ആരെങ്കിലും ഒരു ഒരു എന്താ പറയുക, ഏതെങ്കിലും ഒരു പുരുഷൻ വന്നിട്ടൊന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ അവരോട് ഒക്കെ ഒന്ന് നമ്പർ ചോദിക്കുമ്പോഴേക്കും ഇവർക്ക് എന്തോ അങ്ങോട്ടാവും. ഇവരങ്ങോട്ട് തെറ്റിദ്ധരിച്ച് ആകെ എന്തൊക്കെയോ ആയിട്ട് ഇവർക്ക് അസ്വസ്ഥത സംഭവിക്കും. അപ്പോ അവിടെ അതെന്താ വെച്ചാൽ ഒരു കോൺഫ്ലിക്റ്റ്. കാരണം ആ ഒരു ജോലിയിലേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് സോഷ്യൽ ആവേണ്ടി വരും, കുറച്ച് ആൾക്കാരോട് സംസാരിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കുറെ കാരണത്താൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നു. ദാറ്റ്സ് കോൾഡ് ലോ ഓഫ് കറസ്പോണ്ടൻസ്. മനസ്സിലാവുണ്ടോ? ലോ ഓഫ് റെസൊണൻസ് എന്നൊക്കെ പറയും. അതായത് നിങ്ങൾ കോൺഗ്രുവൻസ് എന്നൊക്കെ പറയും. നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്തുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമായിട്ട് മാച്ചിങ് ആയിരിക്കണം. അതിന് വൈരുദ്ധ്യം ഉണ്ടാകുന്നതായത്. പുറത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് നിങ്ങളിലേക്ക് വന്നാൽ ഇത് വരുമോ എന്ന ഭയം ഉണ്ടാവരുത്. ഇത് വന്നാൽ പ്രശ്നമാകും, ഇത് വരാൻ പാടില്ല, അങ്ങനെ കണ്ടീഷൻസ് വെക്കാൻ പാടില്ല. ലൈഫ് ഒരു അബണ്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ലോ ഓഫ് കോസ് ആൻഡ് എഫക്ട്. അടുത്തത് കർമ്മ. കർമ്മ എന്ന് പറയും. ലോ ഓഫ് കോസ് ആൻഡ് എഫക്ട് അത് ഉദ്ദേശിക്കുന്ന വെച്ചാൽ എവറി ആക്ഷൻ ഹാസ് എ റിയാക്ഷൻ. വാട്ട് യു പുട്ട് ഔട്ട് കം ബാക്ക്. പ്രാക്ടീസ് ഇന്റഗ്രിറ്റി, കൈൻഡ്നെസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു അട്രാക്ട് പോസിറ്റീവ് എനർജി. അതായത് ലോ ഓഫ് കർമ്മ എന്ന് പറയും. കർമ്മ എന്ന് പറയുന്നത് നമ്മൾ നല്ല മനുഷ്യനായേ പറ്റും. അവിടെ സ്ട്രാറ്റജി അല്ല, നിങ്ങളുടെ അതിബുദ്ധിമാനായിക്കൊണ്ട് ക്രൂക്കഡ് ആയിക്കൊണ്ട് ഒരാളെ ചീറ്റ് ചെയ്യുക, ഒരാളതിലേക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടും. ബുദ്ധിമാനായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഒരു അതിബുദ്ധിമാനായിട്ട് ക്രൂക്കഡ് ആയിട്ട് ചിന്തിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ, ഇന്റൻഷൻ റോങ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടിയത് നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലേ അതുപോലെ പണി കിട്ടും. ക്ലിയർ ആണോ? നിങ്ങൾക്കത് വരില്ല, അത് സംഭവിക്കില്ല. അപ്പൊ ലോ ഓഫ് മാനിഫെസ്റ്റേഷന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങൾ ആഗ്രഹിച്ചു, പക്ഷെ തോട്ടൊക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ കൊടുത്ത് എല്ലാം നല്ല കൊടുത്തു, പക്ഷേ നിങ്ങളുടെ ഇന്റൻഷൻ കുറച്ച് ക്രൂക്കഡ് ആയിരുന്നു. എങ്ങനെയെങ്കിലും അയാളെ ചതിച്ച് അയാളുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കാം.
ഭയങ്കര ബുദ്ധിപരമായ നീക്കം. ഉടനെ എന്താ സംഭവിക്കാന്ന് അറിയോ? നിങ്ങൾ അതാണ് ഈ യൂണിവേഴ്സിലേക്ക് കൊടുത്തത്. ആ ഒരു തോട്ട് കൊടുത്തില്ലേ, ഇവന്റെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും എടുക്കണം. നേരെ യൂണിവേഴ്സ് ഇതേ പണി എന്ത് ചെയ്യും? യൂണിവേഴ്സ് നിന്റെ അടുത്ത് അത് എടുത്ത് കളയും. അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ത് ചെയ്യും? മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്. അതേ അനുഭവം നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും. സോ ഹൂ യു ആർ, നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇറ്റ് ഡസന്റ് മാറ്റർ. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നതല്ല നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങൾ ആരാണ്, എന്താണ്, അതാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതായിരിക്കും നിങ്ങളുടെ അനുഭവം, അതായിരിക്കും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്. അപ്പൊ കോർ ലെവലില് അതിബുദ്ധി കാണിക്കുക. ഇപ്പൊ ഈ പ്രോഗ്രാമിൽ തന്നെ വന്നിരുന്നിട്ട് എന്ത് ചെയ്യുക? ഓക്കെ, ഞാൻ ഫ്രീ ആയിട്ടുള്ള ക്ലാസ് ഒക്കെ കേൾക്കുള്ളൂ. ഇവിടെ ഷാഫി മുഹമ്മദ് ക്ലാസ് എടുക്കുന്നുണ്ട്. ഓക്കെ, നല്ല ക്ലാസ്സുകൾ അടിപൊളിയാണ്. ഫ്രീ ആയിട്ട് നല്ല ബുദ്ധിപരമായിട്ട് ഇങ്ങനെ കേട്ടിരിക്കാം. പിന്നെ പെയ്ഡ് പ്രോഗ്രാം അതൊന്നും ഞാൻ എടുക്കുന്നില്ല. കാരണം അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ആവശ്യമില്ല, എനിക്ക് താല്പര്യമില്ല. എന്തിനാ ചെയ്യുന്നത്? ഞാൻ അയാളെ സഹായിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങളെ സഹായിക്കൊന്നും വേണ്ട എന്നൊരാൾ ചിന്തിച്ചു എന്ന് പിടിക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ളത് എന്താണ്? ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള, നാരോ മൈൻഡഡ് ആയിട്ടുള്ള ഒരു തിങ്കിങ് ആണ്. അങ്ങനെ ഒരു തിങ്കിങ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അങ്ങനെ ഒരു തിങ്കിങ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു തോട്ട് പ്രോസസ് ഉണ്ടായി കഴിഞ്ഞുള്ള പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾ എവിടെ പോയാലും ഇത് തന്നെയായിരിക്കും കാണിക്കുക. ഈ യൂണിവേഴ്സ് നിങ്ങളോട് അങ്ങനെ ചിന്തിക്കുക. നീ ഇങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ്, ഞാൻ എന്തിനു അവനെ സഹായിക്കുന്നു? You got it? So always be contributing. Be who നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ വന്ന് സഹായിക്കണം. നല്ല നല്ല സമൃദ്ധി നിങ്ങൾക്ക് ലഭിക്കണോ? നല്ല അവസരങ്ങൾ നിങ്ങളിലേക്ക് വരണോ? Be that person. Contribute that, be that person. Support everyone. Then when you are in that kind of zone, you are such a good person, all the good things will come to you. മനസ്സിലായോ? ഇപ്പൊ എന്തുകൊണ്ടാ പ്രശ്നം? ഇപ്പൊ എന്തുകൊണ്ടാ കാര്യങ്ങൾ നടക്കാത്തത്? നിങ്ങൾ ആരെയും സഹായിക്കുന്നില്ല. നിങ്ങൾ ആരുടെയും എന്താ വെച്ചാല് വളരെ ചെറിയൊരു ലോകത്തേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ ഞാൻ എന്റെ സങ്കടം എനിക്ക് ആരുമില്ല, ഇത് ആരെയും ഒന്ന് അങ്ങോട്ട് സഹായിക്കാൻ തയ്യാറാണോ? ഇല്ല. ഒന്ന് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണോ? ഇല്ല. മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരുടെ. അപ്പൊ ലോകത്ത് ഒരു വലിയൊരു ഷോർട്ടസ്റ്റ് ഷോർട്ട് കട്ട് സക്സസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഹെൽപ്പ് അതർ പീപ്പിൾ ടു സക്സീഡ്. മറ്റുള്ളവരെ സക്സീഡ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. വളരെ സിമ്പിൾ ആണ്, വളരെ ജെനുവിൻ ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണത്. അത്രയ്ക്കും സിമ്പിൾ ആണ് യൂണിവേഴ്സ്. അബണ്ടൻസ് നിങ്ങളിലേക്ക് വരാൻ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ജെനുവൻലി ബി പാർട്ട് ഓഫ് സംതിങ് ഗ്രേറ്റ്. Contribute, provide, support, make other people happy, spread that positivity, show that gratitude, respect. ഇവിടെ നമ്മൾ വീഡിയോയിൽ വരാൻ പറയുമ്പോൾ ഡു ദാറ്റ്. നമ്മൾ വീഡിയോയിൽ വന്ന് നിങ്ങളെ നല്ല രീതിയിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. കാര്യങ്ങൾ അങ്ങനെ നിങ്ങൾ പഠിക്കൂ എന്ന് ഓരോ ദിവസവും വന്ന് പറയുമ്പോൾ നിങ്ങൾ അത് ചെയ്യാതിരിക്കുമ്പോൾ എന്താണ്? യു ആർ നോട്ട് അലൈനിങ്, കോഓപ്പറേറ്റിംഗ്. ആൻഡ് ഇൻസ്റ്റന്റ്ലി നിങ്ങളുടെ മനസ്സിനുള്ളിൽ അപ്പോൾ തന്നെ നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ ധർമ്മം ഉണ്ടാകും. ആ ധർമ്മം നിങ്ങൾ ചെയ്യാതിരിക്കുകയും ധർമ്മത്തിനെതിരായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ്ലി എന്ത് സംഭവിക്കുന്നു? യു ആർ ഔട്ട് ഓഫ് അലൈൻമെന്റ്. Because you are in insecurity. ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ എന്തായി? ഒരു നെഗറ്റീവ് ഫീലിംഗിലേക്ക് പോയി. ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ എന്താ വെച്ചാല് ഒരു ഡൗൺ സ്റ്റേജിലേക്ക് പോയി, ഒരു ഗിൽട്ടിലേക്ക് പോയി, ഒരു കൺഫ്യൂഷനിലേക്ക് പോയി, ഒരു അസ്വസ്ഥതയിലേക്ക് പോയി. ആ മൊമെന്റിൽ 200 താഴേക്ക് പോയി. മാനിഫെസ്റ്റേഷൻ will not work. ഓൾവേസ് ബി ഓപ്പൺ. ആരെയാണ് ഭയക്കുന്നത്? എന്തിനെയാണ് ഭയക്കുന്നത്? ഞാൻ വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ എന്നെ ആൾക്കാർ കാണുമോ? ഞാനിട്ട ഡ്രസ്സ് വെച്ചിട്ട് എന്നെ ധരിക്കുമോ? നിങ്ങൾ ഏത് ഇമേജാണ്, ഏത് അഭിമാനമാണ് നിങ്ങൾ കാത്തു സൂക്ഷിക്കാൻ നോക്കുന്നത്? ഏത് അഭിമാനമാണ്? ആർക്കാ നമുക്ക് അത്രയും വലിയ അഭിമാനം ഉള്ളത്? അതിനത്രയും വലിയ അഭിമാനവും പദവിയിലൊക്കെയാണോ നമ്മൾ ഇരിക്കുന്നത്? നമുക്ക് എന്തിനാണ് അഹങ്കാരം? ആ അഹങ്കാരം ഉണ്ടായിക്കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ നടക്കില്ല. അത് അഹങ്കാരമല്ല, അത് ഇൻസെക്യൂരിറ്റിയാണ്.
നിങ്ങളുടെ ഭയമാണ്. ഇതൊക്കെ വിട്ടുകളാം. ബി ജെനുവിൻ, ബി കെയറിങ്, ബി ട്രാൻസ്പെറൻറ്റ്, സിമ്പിൾ. മുടി വാർന്നാലും വാർന്നില്ലെങ്കിലും, ഭംഗി ഉണ്ടെങ്കിലും ഭംഗിയില്ലെങ്കിലും ജെനുവിൻലി സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ജെനുവിൻ ആവുക. നിങ്ങൾ എന്തിനാ ഫേക്ക് ആവുന്നു? നിങ്ങൾ ഫേക്ക് ആയി കഴിഞ്ഞാൽ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നതോട് ഫേക്ക് ആവുകയാണ്. ആ ഫേക്ക് ആവുന്നതോട് നിങ്ങൾ എന്തോ മറക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളെന്തോ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാണ്. എൻ്റെ അടുത്തേക്ക് ആരും വരണ്ട, ഞാൻ ഭയങ്കര ഇൻസെക്യൂർഡ് ആണ്, എന്നെ ആരും കാണണ്ട. നോ, ഇറ്റ്സ് ലൈക്ക് എ നോ, റൈറ്റ്? ഒരു നെഗറ്റിവിറ്റിയാണ്, ഒരു നോയാണ് അവിടെ ഉള്ളത്. It's a block. You are creating a block, a layer of block. And it's a low energy, low frequency energy you are vibrating when that things happens. So be free, be open, be genuinely open. And when that happens, ഞാൻ ഒരു എക്സാമ്പിൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ, ഏത് വീഡിയോയുടെ കാര്യം. നമ്മുടെ കേരളക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, കേരളക്കാര് നല്ല അറിവുള്ളവരാ, നല്ല സ്നേഹമുള്ളവരാ, ഒക്കെ ശരിയാണ്. പക്ഷെ പല സമയങ്ങളിലും ജെനുവിനാണ്, ഭയങ്കര ക്രൂക്കഡാണ്. പല സമയങ്ങളിലും ഭയങ്കര ഇൻസെക്യൂർഡ് ആയിട്ടുള്ള സമൂഹമാണ് കേരളം. ആ ഇൻസെക്യൂരിറ്റിയുടെ ഒരു പ്രതിഫലനം തന്നെയാണ് ഈ കാണുന്നതൊക്കെ. സൊസൈറ്റിയിൽ നടക്കുന്ന ഈ ഡ്രഗ്സും. ഇന്നിപ്പോ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ, പഞ്ചാബായിരുന്നു നമ്പർ 1, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് അതിന്റെ ഇമ്പാക്റ്റ് ഉള്ളത്. എന്നാലോചിക്കുകയെ, അത്രയും വിദ്യാഭ്യാസമുള്ള എന്താ കാര്യം? നമ്മളാരും ഉള്ളിൽ നിന്ന് ജെനുവിൻലി നമ്മളായിട്ട് കണക്റ്റഡ് അല്ല. വി ആർ ഫേക്ക് ലിവിങ് പീപ്പിൾ. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ. ഐ എം നോട്ട് ബ്ലെയിമിങ് ദ എൻറ്റയർ സൊസൈറ്റി. ഈവൻ അങ്ങനെ പോലും സംസാരിക്കാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? വി ഷുഡ് ബി വെരി ജെനുവിൻ, വി ഷുഡ് ബി വെരി സിമ്പിൾ, ആൻഡ് വി ക്യാൻ ബി ഗ്രേറ്റ് ത്രൂ ദാറ്റ് സിംപ്ലിസിറ്റി. അത് തന്നെയാണ് പറയുന്നത് ഒത്തന്റിസിറ്റി, സത്യസന്ധത എന്ന് പറയുന്നത്. സത്യസന്ധത ഭയങ്കര പവർഫുൾ, ലോ ഓഫ് ഒത്തന്റിസിറ്റി. ഓക്കെ, എന്താണ് ഒത്തന്റിസിറ്റി? ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ സിമ്പിൾ ആയിട്ടിരിക്കുക. ഇപ്പൊ ഞാൻ ചില ഫോട്ടോസ് ഇടും, ചില വീഡിയോസ് ഇടും. അപ്പൊ ചില ആൾക്കാർക്ക് അത് കാണുമ്പോൾ, ഞാനൊരു ട്രെയിനറാണല്ലോ, ഇയാളെന്താ ഇങ്ങനെ, ചിലർക്ക് ഇങ്ങനെ തിങ്ക് ചെയ്യാൻ, എടോ ഇത് ഇതാണ്, എന്താ ഇതായാല് എന്നുള്ള ഒരു തോട്ട് പ്രോസസ് അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യല്ലേ വേണ്ടത്. നമ്മൾ എന്തിനാ ഇങ്ങനെ മറയിട്ടിട്ട്, ഞാൻ എപ്പോഴും കോട്ടും സ്യൂട്ടൊക്കെ ധരിച്ചാണ്ട് ഇങ്ങനെ ഫുൾ ടൈം സ്ട്രെസ്, എന്താ പറയാ, ഇങ്ങനെ റെഡി ആയിട്ട് അങ്ങനെ വരില്ല. ഞാനിനി ഒരു ദിവസം ചിലപ്പോൾ ഷർട്ട് ഇടാതെ വന്ന് ക്ലാസ് എടുത്തു. ഇറ്റ്സ് ഓക്കെ, സോ വാട്ട്? അവിടെ കോണ്ടന്റ് ആണ് ഇമ്പോർട്ടന്റ്. മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? അങ്ങനെ ഞാൻ ചെയ്യുന്നല്ല ഞാൻ പറഞ്ഞത്. അതായത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ കെയറിങ് തിങ്, റൈറ്റ്? അപ്പൊ നമ്മൾ വെറുതെ ഈ കേരളത്തിലല്ലേ ഉള്ളൂ ഇത്രയും വലിയ വീടുകൾ. എന്തിനാ? ആരെ കാണിക്കാണ്? നമ്മുടെ ജാടയുടെ, ഞാൻ മോശമല്ല എന്ന് കാണിക്കാൻ വേണ്ടി പുറമേ പലതും കാണിച്ച് നടക്കുന്നു. ആ ഒരു സംഗതിയാണ്. ഇറ്റ്സ് എ വെരി അൺഹെൽത്തി ഹാബിറ്റ്, വെരി ഡേഞ്ചറസ്. ഭയങ്കരമായിട്ട് പുറത്ത് വല്ലാണ്ട് ഓവറായിട്ട് അതിലേക്ക് ഒബ്സസ്ഡ് ആവും. ഒരു മയത്തിലും ഒരു മീഡിയത്തിലും റേഞ്ചിൽ പോകുന്നതിന് കുഴപ്പമില്ല. ബാക്കി ലോ ഓഫ് മാനിഫെസ്റ്റേഷന്റെ തിയറി ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഡേയിൽ, നാളെ നമുക്ക് സംസാരിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? നിങ്ങളെ ഒന്ന് ആഴത്തിൽ ചിന്തിപ്പിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, ഹൗ വാസ് ദാറ്റ്? സുഹൈൽ പറയുന്നു വാവ്, മൈൻഡ് ബ്ലോൺ. MB എന്ന് കമന്റ് ചെയ്യുക, മൈൻഡ് ബ്ലോയിങ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ MB എന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത കുറെ കാര്യങ്ങൾ. വണ്ടർഫുൾ, ഫാന്റാസ്റ്റിക്. ആൻഡ് വി ആർ ഡൂയിങ് ഇറ്റ് വെരി ലൈക്ക് ഇറ്റ്സ് ഫ്രീ നൗ, റൈറ്റ്? നമ്മൾ ഫ്രീ ആയിട്ടാണ് നൽകുന്നത് ഇത്തരത്തിലുള്ള നല്ല ക്ലാസ്സുകൾ. സോ കം ഹിയർ, ബ്രിങ് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടുവരിക, ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുവരിക. ലെറ്റ് ദം ചേഞ്ച്. നമുക്ക് ഒരു ഗോൾ ഉണ്ട്. ആ ഗോൾ ഇതാണ്: 1 ഹീൽഡ് പേഴ്സൺ ഇൻ 1 ഫാമിലി. 1000 ഹീലേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് അവർ ഗോൾ. സോ 1 ഹീൽഡ് പേഴ്സൺ ഇൻ 1 ഫാമിലി ആൻഡ് ടേൺ കേരള ഗോഡ്സ് ഓൺ കൺട്രി അഗെയിൻ. കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രി ആക്കിയിട്ട് വീണ്ടും മാറ്റണം. ഡ്രഗ്സിലും അഡിക്ഷനിലും പ്രശ്നങ്ങളിലൊക്കെ പെട്ടുകിടക്കുന്ന, സ്ട്രെസ്സിലും പെട്ടുകിടക്കുന്ന, കൊലപാതകത്തിൽ ഇതിലൊക്കെ പെട്ടുകിടക്കുന്ന, ടോക്സിക് മാരേജുകളിൽ കുടുങ്ങിക്കിടക്കുന്ന
കേരളത്തെ വീണ്ടും we want to make it turn Kerala goldstone country again, and that's our mission. Kerala goldstone country, that's our mission. So we are starting Heal Kerala campaign from this month onwards. Okay, that's what we are doing. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ പരമാവധി ആൾക്കാർ ഇതിലേക്ക് കൊണ്ടുവരിക. I'll be here to help you. I will share all my, like, this thing. So knowledge, and we will be teaching a lot of things. See you tomorrow. Thank you everyone. Interesting class ആണ് പറയുന്നത്. നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യട്ടോ. Thank you. Thank you.